ഈശ്വരമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ബ്രൈഡ്സ് ഓഫ് കിങ് സീസൺ 1 എപ്പിസോഡ് 13ലേക്ക് ഏവർക്കും സ്വാഗതം. ഞാൻ അൽവിനന്ന ജേക്കബ്, മുഖപ്പേർ ഇടവകയിൽ നിന്നാണ്. ഇന്നത്തെ ഈശോയുടെ മണവാട്ടിയെ നിങ്ങൾക്ക് ഞാനാണ് പരിചയപ്പെടുത്തി തരാൻ പോകുന്നത്. Every great vocation begins with a simple yes. Saint Alphonsa accepted suffering not with despair, but with unwavering faith. Every trial became an offering to the love of Christ. Her peaceful surrender teaches us that even our crosses can become pathways to holiness when entrusted to God. So, ഇന്നത്തെ special guest ആരാണെന്ന് നമുക്ക് നോക്കാം. Here is a small intro video about today's bride. സോ ഇന്നത്തെ നമ്മുടെ സ്പെഷ്യൽ ഗസ്റ്റ് കോൺഗ്രിഗേഷൻ ഓഫ് സിസ്റ്റേഴ്സ് ഓഫ് ഡെസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് സിസ്റ്റർ അമൽ മേരിയാണ്. ഈശ്വരമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. സിസ്റ്ററിനെ കുറിച്ചും SD കോൺഗ്രിഗേഷനെ കുറിച്ചും ഞങ്ങൾക്ക് പറഞ്ഞു തരാമോ? ഈശ്വരമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. എൻ്റെ പേര് സിസ്റ്റർ അമൽ മേരി. ഞാൻ SD കോൺഗ്രിഗേഷനിലെ ഒരു സിസ്റ്ററാണ്. SD ചങ്ങനാശ്ശേരി പ്രൊവിൻസിൻ്റെ കീഴിലുള്ള തമിഴ്നാട് സാന്തോം റീജിയൻ്റെ ഒരു കൗൺസിലറായും റീജിയണൽ ഹൗസിലെ ഒരു മെമ്പറായും ഇപ്പോൾ തൽക്കാലത്തേക്ക് ഊട്ടിയിലുള്ള സഹായമാതാ ഹോസ്പിറ്റലിൻ്റെ ഇൻചാർജായും സേവനമനുഷ്ഠിച്ചുകൊണ്ടിരിക്കുന്നു. ഞാൻ ജനിച്ചു വളർന്ന വീട് കാഞ്ഞിരപ്പള്ളിയിലുള്ള വെളിച്ചേന ഇടവകയിലായിരുന്നു. ഞാൻ ഓഷിറ്റിലായിരുന്നപ്പോൾ എൻ്റെ അപ്പച്ചൻ മരിച്ചു. അതിനുശേഷം ഞങ്ങൾ പാലാ രൂപതയിലുള്ള മൂഴൂർപ്പള്ളി ഇടവകയിലാണ് ഇപ്പോൾ താമസിക്കുന്നത്. എൻ്റെ വീട്ടിൽ മമ്മിയും 2 സഹോദരങ്ങളുമാണുള്ളത്. 2 പേരും മാരീഡാണ്. അനുജന്റെ കുടുംബത്തോടൊപ്പം മമ്മി സന്തോഷമായി കഴിയുന്നു. ഞാൻ അംഗമായിരിക്കുന്ന എൻ്റെ SD സഭയെ പരിചയപ്പെടുത്താം. സിസ്റ്റേഴ്സ് ഓഫ് ദ ഡെസ്റ്റിറ്റ്യൂട്ട്, അഗതികളുടെ സഹോദരിമാർ എന്നാണ് SDയുടെ പൂർണ്ണരൂപം. 1927 മാർച്ച് 19 കേരളത്തിൽ ആലുവായിലെ ചുണങ്ങംവേലിയിലാണ് SDയുടെ തുടക്കം. ഇപ്പോൾ ധന്യപദവിയിലായിരിക്കുന്ന പെരിയ ബഹുമാനപ്പെട്ട വർഗീസ് പയ്യപ്പള്ളി അച്ഛനാണ് സഭയുടെ സ്ഥാപകൻ. വല്യച്ഛൻ ഒരു രൂപതാ വൈദികനായിരുന്നുവെങ്കിലും വഴിയോരങ്ങളിലും കടത്തിണ്ണകളിലുമൊക്കെ കഷ്ടപ്പെടുകയും ആരോരുമില്ലാതെ അനാഥരായി കഴിയുകയും ചെയ്യുന്ന മക്കളോട് വളരെയേറെ ദീനാനുകമ്പയും കരുണയുമുള്ള ഒരു വ്യക്തിയായിരുന്നു. അതുകൊണ്ട് തന്നെ ഇങ്ങനെയുള്ള മക്കൾക്ക് വേണ്ടി ഒരു സന്യാസ സമൂഹം ആരംഭിക്കണമെന്ന വല്യച്ഛൻ്റെ ദീർഘനാളത്തെ പ്രാർത്ഥനയുടെയും പരിശ്രമത്തിന്റെയും ഫലമായിട്ടാണ് SD രൂപം കൊണ്ടത്. SD ആരംഭിക്കുവാൻ വല്യച്ഛനെ പ്രചോദിപ്പിച്ച തിരുവചനം മത്തായിയുടെ സുവിശേഷം 25-ാം അധ്യായം 40-ാം തിരുവചനമായിരുന്നു. എൻ്റെ ഏറ്റവും എളിയ ഈ സഹോദരന്മാരിൽ ഒരുവിന് നിങ്ങളിത് ചെയ്തു കൊടുത്തപ്പോൾ എനിക്ക് തന്നെയാണ് ചെയ്തു തന്നത് എന്ന തിരുവചനം. 4 പയനീർ സിസ്റ്റേഴ്സിനാൽ ആരംഭിക്കപ്പെട്ട SD 2 വർഷം കഴിഞ്ഞപ്പോൾ സ്ഥാപക പിതാവിന്റെ ആകസ്മികമായ മരണത്താൽ അനാഥമായി. 1929 ഒക്ടോബർ 5-നാണ് വല്യച്ഛൻ ടൈഫോയിഡ് വന്നു മരിക്കുന്നത്. എന്നാൽ SDയെ അനാഥമാക്കുവാൻ ദൈവം അനുവദിച്ചില്ല. SD എന്നത് ദൈവനിയോഗമായിരുന്നതിനാൽ വല്യച്ഛൻ്റെ അതേ ദർശനവും അതേ സിദ്ധി ചൈതന്യവും നിറഞ്ഞ മോൺസിഞ്ഞോർ ജോർജ് വല്യാറമ്പത്തച്ഛനെ SD-ക്ക് ഡയറക്ടറായി ലഭിച്ചു.
നീണ്ട 41 വർഷക്കാലം സഭയെ നയിച്ച് സഹോദരിമാരെ വളർത്തുകയും ചെയ്തു. അങ്ങനെ സഭ പടർന്ന് പന്തലിച്ച ഒരു വൻവൃക്ഷമായി ഇപ്പോൾ മാറിക്കഴിഞ്ഞിരിക്കുന്നു. അതിനിടയിൽ പൊന്തിപ്പിക്കൽ പദവിയിലേക്കും സഭ ഉയർത്തപ്പെട്ടു. ഇപ്പോൾ 2026-27 ആണ്ട് സഭ സെന്റിനറി ഇയറായി ആചരിക്കുമ്പോൾ ഈ സഭയിൽ അംഗമാകുവാൻ ദൈവം എന്നെ അനുവദിച്ചതിന് ദൈവത്തിന് ഞാൻ നന്ദി പറയുകയും ഈ സഭയിൽ അംഗമായിരിക്കുന്നതിൽ ഞാൻ ഏറെ സന്തോഷിക്കുകയും അഭിമാനിക്കുകയും ചെയ്യുന്നു. സിസ്റ്ററിനെ കുറിച്ചും സിസ്റ്ററിന്റെ ഫാമിലിയും കോൺഗ്രിഗേഷനെ കുറിച്ചും ഞങ്ങൾക്ക് പറഞ്ഞതിന് വളരെ സന്തോഷം. നന്ദി. ഇപ്പോൾ ആദ്യത്തെ ചോദ്യം, സിസ്റ്ററിന്റെ ദൈവവിളി സിസ്റ്റർ എങ്ങനെയാണ് തിരിച്ചറിഞ്ഞത്? അതേപോലെ ST കോൺഗ്രിഗേഷൻ തിരഞ്ഞെടുക്കാൻ സിസ്റ്ററിനെ പ്രചോദിപ്പിച്ചത് എന്തായിരുന്നു? എന്റെ ദൈവവിളിയെക്കുറിച്ച് പറയുകയാണെങ്കിൽ ചെറുപ്പം മുതലേ ഒരു സിസ്റ്റർ ആകാൻ ആഗ്രഹിച്ചിരുന്ന വ്യക്തിയാണ് ഞാൻ. ഇടവകയിൽ കാറ്റീസം പഠിപ്പിച്ചിരുന്നതും സിസ്റ്റേഴ്സാണ്. എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു ഗബ്രിയേലമ്മ ഉണ്ടായിരുന്നു. അമ്മ ഞങ്ങൾക്ക് എപ്പോഴും വിശുദ്ധരെ കുറിച്ചൊക്കെ നന്നായി പറഞ്ഞു തരുമായിരുന്നു. അതുപോലെ തന്നെ ഞാൻ 10ാം ക്ലാസ് വരെ പഠിച്ചതും ഒരു കോൺവെന്റ് സ്കൂളിലാണ്. ഈ 2 കോൺഗ്രിഗേഷനിലെ സിസ്റ്റേഴ്സുമായിട്ടും എനിക്ക് വളരെയേറെ ബന്ധവും അടുപ്പവും ഉണ്ടായിരുന്നുവെങ്കിലും 2 കൂട്ടരും ഒരിക്കലും ദൈവവിളിയെക്കുറിച്ച് ഞങ്ങളോട് സംസാരിക്കുകയോ പ്രോത്സാഹിപ്പിക്കുകയോ ചെയ്തതായി എനിക്ക് ഓർമ്മയില്ല. അതുപോലെ തന്നെ ഇടവകയിൽ വൊക്കേഷൻ പ്രൊമോഷനായി സിസ്റ്റേഴ്സ് വന്നതായിട്ടും എനിക്ക് ഓർമ്മയില്ല. പ്രീ ഡിഗ്രിയുടെ റിസൾട്ടിനായി കാത്തിരിക്കുമ്പോൾ എൻ്റെ ഒരു ഫ്രണ്ട് വഴി CMC സിസ്റ്റേഴ്സ് ഞങ്ങളുടെ വീട്ടിൽ വരികയും അവരോടൊപ്പം വലിയ താല്പര്യമില്ലായിരുന്നുവെങ്കിലും ആ സിസ്റ്റേഴ്സിനോടൊപ്പം അവരുടെ കോൺവെന്റിൽ പോയി ഒരു ദിവസം ഞങ്ങൾ സ്റ്റേ ചെയ്യുകയും ചെയ്തു. അവിടെ വെച്ച് സിസ്റ്റർ റോസ് CMC എന്നോട് സംസാരിച്ചപ്പോൾ എനിക്ക് എൻ്റെ ദൈവവിളിയെക്കുറിച്ച് കുറെ കൂടെ വ്യക്തതയുണ്ടായി. ഒരു ഉറച്ച തീരുമാനമെടുക്കുവാൻ അപ്പോൾ സാധിച്ചു. അങ്ങനെ CMCയിൽ ചേരുവാൻ ഞങ്ങൾ 2 പേരും തീരുമാനമെടുത്ത് വരുമ്പോഴാണ് ഞങ്ങളുടെ വികാരി അച്ഛൻ ഇടപെടുന്നത്. അന്നത്തെ ഞങ്ങളുടെ വികാരി അച്ഛൻ ബഹുമാനപ്പെട്ട തോമസ് പുത്തമ്പരിക്കൽ അച്ഛനായിരുന്നു. അച്ഛന് ഞങ്ങളുടെ സിസ്റ്റർ ആകാനുള്ള ആഗ്രഹത്തെക്കുറിച്ച് നേരത്തെ അറിയാമായിരുന്നത് കൊണ്ട് തന്നെ അച്ഛൻ്റെ അടുത്ത് ഞങ്ങൾ CMCയിൽ ചേരുവാനുള്ള ആഗ്രഹം പ്രകടിപ്പിച്ചുകൊണ്ട് ഞങ്ങൾ വന്നു. ഉടനെ അച്ഛൻ ഞങ്ങൾക്ക് STയെ പരിചയപ്പെടുത്തി തരികയാണ് ചെയ്തത്. STയെ കുറിച്ച് കൂടുതൽ അപ്രീഷിയേറ്റ് ചെയ്ത് പറയുകയും ഒരു ഓപ്ഷൻ ഞങ്ങളുടെ മുൻപിൽ വയ്ക്കുകയും ചെയ്തു. ഈ ഒരു കോൺഗ്രിഗേഷനെ കൂടെ നിങ്ങൾ പരിചയപ്പെട്ടതിന് ശേഷം എവിടെ പോകണമെന്ന് നിങ്ങൾ തന്നെ തീരുമാനിച്ചുകൊള്ളൂ എന്നുള്ള ഒരു ചാൻസ് അച്ഛൻ ഞങ്ങൾക്ക് തന്നപ്പോൾ ഞങ്ങൾ വേറൊന്നും ആലോചിച്ചില്ല. വീണ്ടും കാഞ്ഞിരപ്പള്ളി രൂപതയിലുള്ള ഹോം ഓഫീസിലേക്ക് ഞങ്ങൾ STയെ പരിചയപ്പെടുവാനായി കടന്നു വരികയാണ് ഉണ്ടായത്. അവിടുത്തെ സുപ്പീരിയർ ആയിരുന്ന സിസ്റ്റർ മനോജ്ഞ ഞങ്ങളോട് STയെ കുറിച്ച് സംസാരിക്കുകയും STയുടെ പ്രവർത്തനങ്ങളെ വിശദമാക്കി തരികയും ഒക്കെ ചെയ്തുവെങ്കിലും അതൊന്നും എൻ്റെ മനസ്സിൽ ഓർമ്മയില്ല. പക്ഷേ സിസ്റ്റർ പറഞ്ഞ ഒരു കാര്യം എൻ്റെ മനസ്സിൽ അല്ലെങ്കിൽ എന്നെ വളരെയധികം ആകർഷിച്ചു. ഈശോ ശിഷ്യന്മാരെ വിളിച്ചത് വന്നു കാണുക എന്നാണല്ലോ, അതുപോലെ ഞങ്ങളും നിങ്ങളെ വന്നു കാണുക എന്ന് ക്ഷണിക്കുന്നു. നിങ്ങൾക്ക് ഞങ്ങളുടെ പ്രൊവിൻഷ്യൽ ഹൗസായ ചങ്ങനാശ്ശേരി പ്രൊവിൻഷ്യൽ ഹൗസിൽ വന്നു നിന്ന് സഭയെ കൂടുതൽ അറിയുവാനും മനസ്സിലാക്കുവാനും ഒരവസരമുണ്ട് എന്ന് പറയുമ്പോൾ ഞങ്ങൾക്ക് അതിനോട് വളരെയേറെ താല്പര്യം തോന്നി. അങ്ങനെ ഞങ്ങൾ പ്രൊവിൻഷ്യൽ ഹൗസിൽ വന്ന് ഒരാഴ്ച താമസിച്ചു. കമാൻസിക്കായി വന്നു. സഭയുടെ പ്രവർത്തനങ്ങളെക്കുറിച്ച് സിസ്റ്റേഴ്സിൽ നിന്ന് കേട്ടു. സഹോദരിമാരുടെ സന്തോഷം നിറഞ്ഞ ജീവിത രീതിയൊക്കെ നേരിട്ട് കാണുവാനും മനസ്സിലാക്കുവാനും ഒക്കെ സാധിച്ചു. അതോടൊപ്പം മേഴ്സി ഹോമിൽ വന്ന് അവിടെയുള്ള കൊച്ചുകുട്ടികളെയും മുതിർന്നവരെയും ഒക്കെ കാണുവാൻ കഴിഞ്ഞു. മേഴ്സി ഹോം എന്നാൽ ശാരീരികമായി വൈകല്യമുള്ള കൊച്ചു കുട്ടികളുടെയും മുതിർന്നവരുടെയും ഒക്കെ ഒരു സ്ഥാപനമായിരുന്നു. അവിടെയുള്ള കുഞ്ഞുങ്ങളെ ഞങ്ങളുടെ സിസ്റ്റേഴ്സ് പരിചരിക്കുന്നതും സ്നേഹിക്കുന്നതും ഒക്കെ കണ്ടപ്പോൾ എനിക്ക് ഒത്തിരിയേറെ പ്രചോദനം തോന്നി. ഇങ്ങനെ പാവങ്ങൾക്കും അഗതികൾക്കും വേണ്ടിയുള്ള ശുശ്രൂഷ ഈശോയ്ക്ക് വളരെ പ്രിയങ്കരമാണെന്ന് മനസ്സിലാക്കുമ്പോൾ എനിക്ക് STയോട് വളരെയേറെ ആദരവും സ്നേഹവും അനുഭവപ്പെട്ടു. അങ്ങനെയാണ് ഞാൻ ST സഭയിൽ അംഗമായി ചേരുവാൻ ഇടയായത്. സിസ്റ്റർ, ദാറ്റ് വാസ് ട്രൂലി ഇൻസ്പയറിംഗ്. ദൈവവിളി എന്ന് പറയുന്നത് ദൈവത്തിന്റെ വിളിക്കുള്ള സ്നേഹമുള്ള ഒരു മറുപടിയാണ്. ഇപ്പോൾ എൻ്റെ രണ്ടാമത്തെ ചോദ്യം, സിസ്റ്ററിനെ ഏറ്റവും കൂടുതൽ പ്രചോദിപ്പിച്ചത് ആരായിരുന്നു? ഞാൻ മുമ്പ് സൂചിപ്പിച്ചതുപോലെ എൻ്റെ ദൈവവിളിയിൽ കൂടുതൽ വ്യക്തത ലഭിക്കുവാനും ദൈവവിളിയെക്കുറിച്ച് കൂടുതൽ മനസ്സിലാക്കി തരുവാനും എന്നെ കൂടുതൽ മോട്ടിവേറ്റ് ചെയ്തത് സിസ്റ്റർ റോസ് CMC ആണ്. അതുപോലെ STയിലേക്ക് എന്നെ കൂടുതൽ ആകർഷിച്ചതും പ്രചോദിപ്പിച്ചതും അന്നത്തെ ഞങ്ങളുടെ വികാരിയച്ഛനായിരുന്ന തോമസ് പുത്തമ്പരിക്കൽ അച്ഛനുമായിരുന്നു. നന്ദി സിസ്റ്റർ. ഇപ്പോൾ മൂന്നാമത്തെ ചോദ്യത്തിലേക്ക് പോകാം. സിസ്റ്റർ ഇപ്പോൾ ഈ ജീവിതം എങ്ങനെയാണ് ആസ്വദിക്കുന്നത്? അതേപോലെ
വരുന്ന ഈ യങ്ങർ ജനറേഷന് സിസ്റ്റർ നൽകാൻ ആഗ്രഹിക്കുന്ന സന്ദേശം എന്താണ്? ഞാൻ ST സഭയിൽ അംഗമായിട്ട് ഇപ്പോൾ 29 വർഷമായി. തമിഴ്നാട്ടിൽ ശുശ്രൂഷ ചെയ്യാൻ തുടങ്ങിയിട്ട് 20 വർഷവുമായി. ഔട്ട് ഓഫ് കേരളയിൽ വർക്ക് ചെയ്യുവാൻ ഈശോ എന്നെ വിളിക്കുന്നു എന്നുള്ള ഒരു ഉൾവിളി, അത് ഒരു ധ്യാനത്തിൽ നിന്ന് ലഭിച്ച തിരിച്ചറിവാണ്. ആ തിരിച്ചറിവിൽ നിന്നാണ് ഞാൻ തമിഴ്നാട്ടിലേക്ക് കടന്നു വരുവാൻ ഇടയായത്. എൻ്റെ ഫീൽഡ് ടീച്ചിങ് ആണ് എങ്കിലും വെറും 6 വർഷത്തെ എക്സ്പീരിയൻസ് മാത്രമാണ് എനിക്കുള്ളത്. എങ്കിലും എന്നെ ഏറെ സന്തോഷിപ്പിക്കുന്ന ഒരു കാര്യം, ഞാൻ ടീച്ചിങ്ങിലായിരുന്ന സമയങ്ങളിൽ കുട്ടികളെ ഒത്തിരിയേറെ മോട്ടിവേറ്റ് ചെയ്യുവാൻ ദൈവം എന്നെ അനുവദിച്ചു. അതിലും പ്രത്യേകമായി എൻ്റെ 2 സ്റ്റുഡൻസ് വൈദിക വിദ്യാർത്ഥികളാണ് എന്നതിൽ ഞാൻ ഏറെ അഭിമാനിക്കുന്നു. എന്ന് ഞാൻ ദൈവത്തോട് ഇവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട്. അതിനുശേഷം ഞാൻ ഏകദേശം 8 വർഷത്തോളം തുടർച്ചയായി സുപ്പീരിയർ ആയിരുന്നു. ആ കാലങ്ങളിൽ ഭാവങ്ങളിലേക്ക് എൻ്റെ ശ്രദ്ധ ഏറെ തിരിക്കുവാൻ എനിക്ക് സാധിച്ചു. ST സ്പിരിച്വാലിറ്റി റിട്രീറ്റിൽ നിന്നും എനിക്ക് കിട്ടിയ ഒരു ഉൾപ്രചോദനമനുസരിച്ച് പകൽ വീടുകൾ ആരംഭിക്കുവാനും മറ്റുള്ളവരുടെ മുമ്പിൽ കൈനീട്ടി പാവങ്ങൾക്ക് വേണ്ടി ഒരു നേരത്തെ ആഹാരം കൊടുക്കുവാനും ദൈവം എന്നെ അനുവദിച്ചത് എൻ്റെ ജീവിതത്തിലെ ഏറെ ധന്യ നിമിഷങ്ങളായിരുന്നു. അവരോടൊപ്പമായിരിക്കുന്ന ആ ഒരു സമയം എൻ്റെ ജീവിതത്തിൽ ഒത്തിരി അനുഗ്രഹിക്കപ്പെട്ട നിമിഷങ്ങളായി ഞാൻ അനുഭവിച്ചു. സഭയുടെ ആദ്യ ചൈതന്യത്തിലേക്ക് കടന്ന ഒരു പ്രതീതിയായിരുന്നു എനിക്കുണ്ടായിരുന്നത്. സഭയുടെ ആദ്യ ചൈതന്യം എന്ന് പറയുമ്പോൾ സഭയുടെ ആരംഭകാലം പാവപ്പെട്ട മക്കൾക്ക് വേണ്ടി വല്യച്ഛനും സഹോദരിമാരും ധർമ്മം യാചിക്കുക പതിവായിരുന്നു. ഇങ്ങനെ ധർമ്മം യാചിച്ച് കിട്ടുന്ന വരുമാനം കൊണ്ടാണ് കൂടെയുണ്ടായിരുന്ന അഗതി മക്കൾക്ക് അവരുടെ ദൈനംദിന കാര്യങ്ങൾ സഹോദരിമാർ നിറവേറ്റി കൊടുത്തിരുന്നത്. എൻ്റെ കൊച്ചു കൂട്ടുകാരെ, നിങ്ങൾക്കും ഈശോയെ സ്നേഹിക്കണ്ടേ? നിങ്ങൾക്കും ഈശോയുടെ മണവാട്ടികളാകണ്ടേ? ഈശോ നിങ്ങളെയും വ്യക്തിപരമായി വിളിക്കുന്നുണ്ട്, സ്നേഹിക്കുന്നുണ്ട്. കാരണം ഈശോ തന്നെ പറയുന്നുണ്ടല്ലോ, വിളവധികം വേലക്കാരോ ചുരുക്കം. അതിനാൽ കൊയ്ത്തിന് വേലക്കാരെ ലഭിക്കുവാൻ വിളവിന്റെ നാഥനോട് പ്രാർത്ഥിക്കുവിനെന്ന്. ഈ ആധുനിക ലോകത്തിൽ നമുക്ക് ചുറ്റും എത്രയോ പേർ ഒരിറ്റ് സ്നേഹം കിട്ടാതെ, അംഗീകാരം കിട്ടാതെ, ഒരു നേരത്തെ ആഹാരം ലഭിക്കാതെ കഷ്ടപ്പെടുന്ന എത്രയോ മക്കൾ. അതുപോലെ പലതരത്തിലുള്ള ശാരീരികമായ വൈകല്യങ്ങൾ കൊണ്ട് സമൂഹത്തിൽ നിന്ന് ഒറ്റപ്പെടുന്നവരും മാറ്റി നിർത്തപ്പെടുന്നവരും. ഇവരെയൊക്കെ സമൂഹത്തിന്റെ മുൻനിരയിലേക്ക് കൊണ്ടുവരുവാൻ ഈശോയ്ക്ക് നിങ്ങളുടെ കൈകളും കാലുകളുമാണ് വേണ്ടത്. ഇങ്ങനെ ലോകപ്രശസ്തരായ എത്രയോ പേർ നമുക്ക് ചുറ്റുമുണ്ട്. ഏതാനും ഉദാഹരണങ്ങൾ നിങ്ങളുടെ മുൻപിൽ വയ്ക്കുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ജിലു മരിയൻ തോമസ്, സ്വപ്ന അഗസ്റ്റിൻ, ജോബി മാത്യു തുടങ്ങിയവർ ഞങ്ങളുടെ ST സിസ്റ്റേഴ്സിന്റെ കൈകളിലൂടെ വളർന്ന് ലോക പ്രശസ്തി നേടിയവരാണ്. ഇവരെ പറ്റിയൊക്കെ കൂടുതൽ അറിയാൻ നിങ്ങൾക്ക് ആഗ്രഹമുണ്ടെങ്കിൽ യൂട്യൂബ് സെർച്ച് ചെയ്താൽ മതിയാകും. അതുകൊണ്ട് ഈ ദൈവവിളി എന്നത് ലോകത്തിന് മുൻപിൽ വളരെ ചെറുതായി തോന്നിയാലും ദൈവത്തിന് മുൻപിൽ അത് വളരെ ഉന്നതമാണ്, വിലയുള്ളതാണ് എന്ന് മനസ്സിലാക്കുവാനും ഈശോയ്ക്ക് കൂടുതൽ ഇഷ്ടമുള്ളവരെയാണ് ഈ ദൈവവിളി നൽകി അനുഗ്രഹിക്കുന്നത് എന്ന് തിരിച്ചറിയുവാനും സധൈര്യം എല്ലാ പ്രതിബന്ധങ്ങളെയും തരണം ചെയ്ത് ഈശോയോട് യെസ് പറയുവാനും നിങ്ങൾക്ക് ഓരോരുത്തർക്കും സാധിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു, ആശംസിക്കുന്നു. ഇതിലൂടെ ആത്മാക്കളുടെ രക്ഷയും ആത്മരക്ഷയും ദൈവമഹത്വവും സാധ്യതമാകട്ടെ. നന്ദി. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. സിസ്റ്ററിന്റെ വിലപ്പെട്ട സമയവും മനോഹരമായ അനുഭവങ്ങൾ ഞങ്ങളോടൊപ്പം പങ്കുവച്ചതിന് വളരെ നന്ദി. I believe today's message has inspired all of us. Now let me welcome Sarah Santosh from Thiruvattur to lead us into prayer. എത്രയും ദയയുള്ള മാതാവേ, അങ്ങേ സന്നിധിയിലൂടെ വന്ന് അങ്ങേ സഹായം തേടി അങ്ങേ മാധ്യസ്ഥം അപേക്ഷിച്ചവരിൽ ഒരുവരെയെങ്കിലും അങ്ങ് ഉപേക്ഷിച്ചതായി ഈ ലോകത്തിൽ കേൾക്കപ്പെട്ടതായി ഓർക്കണമേ. കന്നിവിളക്കാരനായ നീ കൈയുള്ള മാതാവേ, ഈ വിശ്വാസത്തിൽ ശരണപ്പെട്ട് അങ്ങേ തൃപാദത്തിൽ ഞാൻ അണയുന്നു. നിഴൽപ്പോടും കണ്ണീരോടും കൂടെ പാപിയായ ഞാൻ കൊണ്ട് അങ്ങേ സന്നിധിയിൽ നിൽക്കുന്നു. അവതരിച്ച വചനത്തിന്റെ മാതാവേ, എന്റെ അപേക്ഷ ഉപേക്ഷിക്കാതെ ദയാപൂർവം കേട്ടുകൊള്ളണമേ. ആമേൻ. Thank you, Sarah Kutti, for your beautiful prayer. I hope everyone enjoyed today's episode. Let us meet again tomorrow with another Bride of the King. Until then, it's Alna signing off. Thank you.